പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 14 വർഷത്തിന്റെ മാധ്യമാനുഭവ കരുത്തിലാണ് 2 വർഷം മുൻപ് റിപ്പോർട്ടർ TV റീലോഞ്ച് ചെയ്ത് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. നമ്മൾ 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ വലിയൊരു നേട്ടത്തിലും റിപ്പോർട്ടർ TVയും പ്രിയപ്പെട്ട പ്രേക്ഷകരും അവകാശികളാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് പുനരവതരിച്ച് 2 വർഷം പിന്നിടുമ്പോഴേക്കും നമ്മൾ റേറ്റിംഗ് ചാർട്ടിൽ ഒന്നാമതാണ്. അത് ഞങ്ങളുടെ മാത്രമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും സന്തോഷമാണെന്നറിയാം. ഇതിന് നേതൃത്വം നൽകുന്നത് ശ്രീ റോജി അഗസ്റ്റിനും ജോസൂട്ടി അഗസ്റ്റിനും ആന്റോ അഗസ്റ്റിനും അടക്കമുള്ള മാനേജ്മെന്റ് ടീമും ഒപ്പം ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീമും ഞങ്ങൾക്കൊപ്പം അണിയറയിലും അരങ്ങിലുമുള്ള നിരവധി മാധ്യമ പ്രവർത്തകരും സാങ്കേതിക വിദഗ്ധരും റിപ്പോർട്ടർമാരും ഒക്കെയാണ്. ശ്രീ റോജി അഗസ്റ്റിൻ, നമ്മളിപ്പോൾ 3-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ റീജിയണൽ ചാനലുകളിൽ അതിവേഗം 1-ാം സ്ഥാനത്തെത്തുന്ന ചാനലായി മാറി റിപ്പോർട്ടർ TV. കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് പറയാനുള്ളത്? ഏറെ അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അവർ നമ്മളെ ഹൃദയത്തിലേറ്റിയതുകൊണ്ടാണ്, നെഞ്ചിലേറ്റിയതുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ ഈ സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കാൻ പറ്റുന്നത്. കൂട്ടത്തിൽ നമ്മുടെ സഹപ്രവർത്തകർ, അണിയറ പ്രവർത്തകർ, ഇതിന് മുമ്പ് നമ്മളുടെ ക്യാമറയുടെ മുമ്പിൽ ഇതുവരെ എത്തിപ്പെടാത്ത പലരും ഉണ്ട്. കൂടുതൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒപ്പം സാറ്, അതുപോലെ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ, നമ്മളുടെ സെയിൽസിൻ്റെ ടീം അംഗങ്ങൾ, EIR XR അംഗങ്ങൾ, ഈവൺ ക്ലീനിങ് സ്റ്റാഫ് മുതൽ മാനേജ്മെൻറ്റ് വരെയുള്ള എല്ലാവരുടെയും കഠിന പ്രയത്നമാണ് നമ്മളെ ഈ സന്തോഷ നിമിഷത്തിൽ ഇത്ര വിവരങ്ങളിൽ എത്തിച്ചതും. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ 2 വർഷം കൊണ്ട് 1-ാം സ്ഥാനത്തെത്തിയ ചാനൽ നമ്മളാണെന്നുള്ള ആ അഭിമാനവും നമുക്കുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മളെ നെഞ്ചിലേറ്റിയതാണ്. അതെന്നും തുടരും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം റിപ്പോർട്ടർ ചാനൽ ഉള്ളിടത്തോളം കാലം, റിപ്പോർട്ടർ ചാനലിൻ്റെ അവസാന നിമിഷം വരെ എന്നും തുടരും എന്ന് ജനങ്ങളോട്, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, പ്രേക്ഷകർക്ക് അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല മുന്നോട്ട് പോയിക്കൊണ്ടും റിപ്പോർട്ടർ TV എന്നും ജനങ്ങളുടെ ഒപ്പം ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് താങ്ക് യു.